മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. മംഗളൂരുവിലെ കാർക്കളയിൽ 21കാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. കാർക്കള സ്വദേശികളായ അൽത്താഫ്, സവേര റിച്ചാർഡ് എന്നിവരാണ് അറസ്റ്റിലായത്. യുവതിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി മദ്യത്തിൽ മയക്കുമരുന്ന് കലർത്തിയാണ് പീഡിപ്പിച്ചതെന്ന് ഉടുപ്പി പോലീസ് പറഞ്ഞു. ಕೇಸಿನ ಸಾರಾಂಶ ಏನಂದ್ರೆ ವಿಕ್ಟಿಮ್ಗೆ ಈ ಅಕ್ಯೂಸ್ಡ್ ಆದ ಅಲ್ತಾಫ್ ಸುಮಾರು 3 ತಿಂಗಳಿಂದ ಇನ್ಸ್ಟಾಗ್ರಾಮ್ನಲ್ಲಿ ಪರಿಚಯ ಆಗಿದ್ದಾರೆ. ಅವರೆಲ್ಲ ಒಂದೇ ಊರು ಒಂದೇ ಭಾಗದವರು. ಅವರು ಪರಿಚಯ ಆದ ಮೇಲೆ ನಿನ್ನೆ ಮಧ್ಯಾಹ್ನ ಒಂದು ಕಡೆ ಬರಕ್ಕೆ ಹೇಳ್ತಾ ಇದ್ದಾನೆ ಅಲ್ತಾಫ್. ಅಲ್ಲಿ ವಿಕ್ಟಿಮ್ ಹೋದಾಗ ಅವರನ್ನು ಕಿಡ್ನಾಪ್ ಮಾಡಿಕೊಂಡು ಗಾಡಿನಲ್ಲಿ ಒಂದು ಕಡೆ ಹೋಗಿ ನಿಲ್ಲಿಸಿ ಮತ್ತೆ ಅಲ್ಲಿ ವಿಕ್ಟಿಮ್ದು ಅಕ್ಯೂಸ್ಡ್ದು 2 ಫ್ರೆಂಡ್ಸು ಅಲ್ಲಿ ಬರ್ತಾ ಇದ್ದಾರೆ. ಬಂದು ಅವರು ಬಿಯರ್ ಬಾಟ್ಲನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ. ಆದ ಮೇಲೆ ಅವರು ಅಲ್ತಾಫು ಆ ಡ್ರಿಂಕ್ಸ್ನಲ್ಲಿ ಬೇರೆ ಏನೋ ಮಿಕ್ಸ್ ಮಾಡಿ ನನಗೆ ಕೊಡಿಸಿ ನನ್ನನ್ನು ಅತ್ಯಾಚಾರ ಮಾಡಿದ್ದಾನೆ ಎಂದು ದೂರಿದೆ. ಇದರ ಸಲುವಾಗಿ ಕಾರ್ಕಳ ಟೌನ್ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ನಲ್ಲಿ ಕ್ರೈಮ್ ನಂಬರ್ 145/24ನಲ್ಲಿ ಅಂಡರ್ ಸೆಕ್ಷನ್ 138/64 ಮತ್ತು 3 ಸಬ್ ಕ್ಲಾಸ್ 5 BNSನಲ್ಲಿ ಕೇಸ್ ದಾಖಲಾಗಿದೆ. ಇದರಲ್ಲಿ ಅತ್ಯಾಚಾರ ಮಾಡಿದ ಅಲ್ತಾಫ್ ಈಗಾಗಲೇ ಅರೆಸ್ಟ್ ಆಗಿದ್ದಾನೆ. ಅವನು ಕರ್ಕೊಂಡೋಗಿರೋ ಗಾಡಿನೂ ಈಗಾಗಲೇ ಅರೆಸ್ಟ್ ಆಗಿದೆ. ಮತ್ತು ಆ ಬಿಯರ್ ಬಾಟಲ್ ತಂದು ಕೊಟ್ಟಿರುವ ಸವೇರಾ ರಿಚರ್ಡ್ ಕಾರ್ಡೋಸಾ ಎಂಬ ಇನ್ನೊಂದು ಆರೋಪಿ ಮತ್ತು ಅವನು ತಂದಿರುವ ಗಾಡಿಯನ್ನು ಈಗಾಗಲೇ ಸೀಸ್ ಮಾಡಲಾಗಿದೆ. ತದನಂತರ ಅವನು ಅಲ್ತಾಫು ಹುಡುಗಿಯನ್ನು ವಿಕ್ಟಿಮನ್ನು ಆ ವಿಕ್ಟಿಮ್ ಮನೆಯಲ್ಲಿ ತಂದು ಬಿಟ್ಟಿರೋದು ನಮ್ಮ ತನಿಖೆಯಲ್ಲಿ ಕಂಡು ಬಂದಿದೆ. ಈಗ ಹುಡುಗಿಯನ್ನು ಹೆಚ್ಚಿನ ಚಿಕಿತ್ಸೆಗಾಗಿ KMC ಮಣಿಪಾಲ್ ಹಾಸ್ಪಿಟಲ್ನಲ್ಲಿ ಸೇರಿಸಲಾಗಿದೆ. ಹುಡುಗಿದು ಮತ್ತೆ ಈಗ ಜುಡಿಷಿಯಲ್ ಆಫೀಸರ್ ಮುಂದೆ ಮಾಡುವ ಹೇಳಿಕೆ ಮತ್ತು ಮೆಡಿಕಲ್ ರಿಪೋರ್ಟ್ಸ್ ಮತ್ತು ಆರೋಪಿದು ಅರೆಸ್ಟ್ ಪ್ರೊಸೀಜರ್ಸ್ ಆದಷ್ಟು ಬೇಗನೆ ಮಾಡಿ ಮುಂದೆ ಕಾನೂನು ರೀತಿಯಲ್ಲಿ ಕ್ರಮ ತಗೊಳ್ಳಲಾಗುವುದು. KV ബൈജു കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, നമുക്കറിയാം കൊൽക്കത്തയിലെ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം രാജ്യത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വീണ്ടും ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെ വലിയ അതിക്രമങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് ദുഃഖകരം. സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി അഹോരാത്രം വലിയ പരിശ്രമങ്ങളും പ്രതിഷേധങ്ങളും ഉയരുമ്പോൾ ഇത് തുടർക്കഥയാവുകയാണ്. നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾ ഒരു സ്ഥലത്തും സുരക്ഷിതരല്ല എന്നുള്ളതിന്റെ ഉദാഹരണങ്ങളായി ദിവസവും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എത്രത്തോളം ദുഃഖകരമാണ്? തീർച്ചയായും മാരിയ, ഇത് നാടിനെ നടുക്കിയ ഒരു സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം നീചമായൊരു പ്രവൃത്തിയാണ് നടത്തിയത്. അതായത് ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ഈ യുവതിയെ ഈ കാർക്കള ജോഡ്രസ്തെ സ്വദേശി അൽത്താഫും അതുപോലെ തന്നെ ഇയാളുടെ ഒരു സുഹൃത്തും കാറിൽ തട്ടിക്കൊണ്ടുപോയാണ് ഇത്തരത്തിൽ ശീതളപാനീയം എന്ന് പറഞ്ഞ് മദ്യത്തിൽ മയക്കുമരുന്ന് കലർത്തിയാണ് ഈ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതും ഈ കാർക്കള എന്ന് പറയുന്ന ഒരു പട്ടണത്തിന് തൊട്ടടുത്ത ഒരു ആളൊഴിഞ്ഞ പ്രദേശത്തുണ്ടായിരുന്നു ഇത്തരം സംഭവം. ഈ 3 മാസം മുൻപാണ് ഇയാൾ ഇൻസ്റ്റാഗ്രാമിലൂടെ ഈ യുവതിയെ പരിചയപ്പെട്ടതെന്നും പോലീസ് പറയുന്നുണ്ട്. ഏതായാലും ഇയാളുടെ സുഹൃത്ത് സവേര റിച്ചാർഡും അതുപോലെ തന്നെ 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കുട്ടിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് നാട്ടുകാരാണ് പോലീസ് വിവരം പറയുന്നത്. പിന്നീട് പോലീസ് എത്തിയാണ് അവിടെയുള്ള ഒരു സ്വകാര്യ ഒരു സർക്കാർ ആശുപത്രി, താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. പിന്നീട് ഗുരുതരാവസ്ഥയെ തുടർന്നാണ് ഇപ്പോൾ ആ കുട്ടി യുവതി മണിപ്പാലിലാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. എന്തായാലും 2 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇവർക്കെതിരെ ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടെന്നാണ് ഉടുപ്പി SP ഡോക്ടർ അരുൺ പറയുന്നത്. എന്നാൽ പെൺകുട്ടി ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ബൈജു, ഇപ്പോൾ അപകടനില തരണം ചെയ്തു എങ്കിൽ പോലും ഗുരുതരമായ അവസ്ഥയിലാണ് ആ യുവതി ഉള്ളത്, ആ പെൺകുട്ടി ഉള്ളത് എന്ന് പറയുമ്പോൾ എത്രത്തോളം ബ്രൂട്ടൽ ആയിട്ടുള്ള അതിക്രമമായിരിക്കും ആ പെൺകുട്ടി നേരിട്ടിട്ടുണ്ടാവുക എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ, അല്ലേ? തീർച്ചയായും അത്തരത്തിൽ നാട്ടുകാർ തന്നെ വളരെ അവശനിലയിലായിരുന്നു ഈ പെൺകുട്ടിയെ കണ്ടെത്തുന്നതും പിന്നീട് പോലീസിൽ വിവരം അറിയിക്കുന്നതും ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും ഒക്കെ. ഈ ഇത്തരത്തിൽ ഈ ഈ പാനീയം എന്ന് പറഞ്ഞത് അതിൽ മദ്യത്തിൽ മയക്കുമരുന്ന് കലക്കി അത്തരത്തിൽ ഒരു പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം. എന്തായാലും നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലായിരുന്നു. കാരണം ഇത്തരത്തിൽ സംഭവങ്ങൾ ആവർത്തിക്കുന്നു. ഈ ഉടുപ്പി മേഖലകളിൽ നമുക്കറിയാം ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഒരു യുവ ഡോക്ടറെ ഇതേ കൽപ്പറ്റയ്ക്ക് സമാനമായ ഡോക്ടറെ തട്ടിക്കൊണ്ടുപോയി ഇത്തരത്തിൽ കൊലപ്പെടുത്തുന്ന പോലെ ഒരു സാഹചര്യം ഉണ്ടായത്. ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. അത് വലിയ തോതിൽ പ്രതിഷേധവും ഒക്കെ ഉണ്ടായ ഒരു സംഭവമായിരുന്നു. അതേ സ്ഥലത്തിനടുത്ത് വീണ്ടും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് വലിയ പ്രതിഷേധം നാട്ടുകാർ സംഘടിച്ചെത്തുകയും വിവിധ സംഘടന
നേതാക്കളൊക്കെ സംഘടിച്ച് വന്ന് ആ പോലീസ് സ്റ്റേഷനിലൊക്കെ പ്രതിഷേധം ഉണ്ടാക്കുന്ന ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. അത്തരത്തിൽ വലിയ പ്രതിഷേധമാണ് ഈ പ്രദേശത്ത് ഉയർന്നു വരുന്നത്. ഇതിൽ കൂടുതൽ സംഘാംഗങ്ങൾ ഇത്തരത്തിൽ ഉണ്ട് എന്നാണ് നാട്ടുകാർ പ്രധാനമായും ആരോപിക്കുന്നത്. ഇത്തരത്തിൽ പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ച് കൊണ്ടുപോയി ഇത് പീഡിപ്പിക്കുന്ന വലിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെല്ലാം പിടികൂടണം എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഈ സംഭവത്തിന് പിന്നിൽ കൂടുതൽ പേരുണ്ടെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. അവരെ കൂടി അറസ്റ്റ് ചെയ്യണമെന്നൊരു ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ആ പോലീസുമായി അത്തരത്തിൽ വാക്കുവാദ തർക്കമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇന്നലെ രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. 11 മണിയോടുകൂടിയാണ് ഈ സംഭവം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് മറ്റ് തുടർ നടപടികൾ ഉണ്ടാവുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെ ഇപ്പോൾ 2 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. മറ്റ് കൂടുതൽ പേരുണ്ടോ എന്ന കാര്യത്തിൽ ഒരു പരിശോധനയും പോലീസ് നടത്തുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നാലും മംഗളൂരു, ഉടുപ്പി പ്രദേശങ്ങളിലൊക്കെ ഇത്തരം സംഭവങ്ങൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നത്. അത് തന്നെയാണ്. അതായത് ബൈജു, ഈ നാട്ടുകാർ പറയുന്നത് ഇത്തരത്തിൽ പെൺകുട്ടികളെ സോഷ്യൽ മീഡിയയിൽ കൂടി അടക്കം അടുപ്പം നടിച്ച് വലയിലാക്കി കൊണ്ടുപോയി പീഡിപ്പിക്കുന്ന തരത്തിലുള്ള വലിയൊരു റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള നിലയിലേക്കാണോ ഇപ്പോൾ ഈ പിടിയിലായിട്ടുള്ള 2 പേർ മാത്രമല്ല ഇനിയും കൂടുതൽ പേർ ഇവരുടെ സംഘത്തിലുണ്ട് എന്നുള്ള സംശയമാണോ നാട്ടുകാർ പറയുന്നത്? തീർച്ചയായും ആര്യ, അത് തന്നെയാണ് നാട്ടുകാർ പോലീസുമായി തർക്കത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കാരണം ഈ സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. അവരെ കൂടി അറസ്റ്റ് ചെയ്യണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ നിലവിൽ 2 പേരെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ മദ്യമൊക്കെ എത്തിച്ചയാളും ഈ യുവതിയെ പീഡിപ്പിച്ചയാളും, ഇങ്ങനെ 2 പേരെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കൂടുതൽ പേർ ഉണ്ടെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ആ ആരോപണം ഉന്നയിച്ചാണ് പോലീസിന് നേരെ വലിയ തോതിൽ പ്രതിഷേധം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ SP വ്യക്തമാക്കുന്നതിൽ കൂടുതൽ അന്വേഷണം നടത്തും. അതിനുശേഷം കൂടുതൽ പ്രതികൾ തമ്മിൽ പിടികൂടുമെന്നാണ്. അത് മാത്രമല്ല, നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ആശങ്കപ്പെടുന്ന കാര്യം, ഇത്തരത്തിൽ പെൺകുട്ടികളെ വലിയ തോതിൽ പ്രലോഭിപ്പിച്ചും മറ്റും ഈ കൊണ്ടുപോയി ഈ പീഡനത്തിനിരയാക്കിയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്നത് വലിയ ആശങ്ക തന്നെയാണ് ഉയർത്തുന്നത്. പ്രത്യേകിച്ച് ഈ മംഗളൂരു ഭാഗത്തൊക്കെ ഇത്തരം നിരവധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. വിദ്യാർത്ഥികളായി എത്തുന്നവരെ, അത് പല സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ എത്തുന്നവരൊക്കെ ഈ രീതിയിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ വാർത്തകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഇതിൽ ശക്തമായ നടപടി വേണമെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അത്തരത്തിൽ നടപടിയെടുക്കണം എന്ന് ആവശ്യപ്പെട്ടായിരുന്നു നാട്ടുകാരുടെ തോതിൽ പ്രതിഷേധം ഉണ്ടായത്. ഇപ്പോഴും വലിയ തോതിലുള്ള പ്രതിഷേധം ഈ പ്രദേശത്ത് നടക്കുന്നുണ്ട്. കൂടുതൽ പേരുടെ അറസ്റ്റ് നടത്തണമെന്ന ആവശ്യം തന്നെയാണ് അവർ ഉയർത്തുന്നത്. ആര്യ, തീർച്ചയായും KV ബൈജു ആണ് വിശദാംശങ്ങൾ നൽകിയത്.